ക്രിക്കി മലയാളം 2.0യുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. വാട്ട് എ വിൻ! സമ്പൂർണ്ണ ആധിപത്യം ടീം ഇന്ത്യ പൊളിച്ചടുക്കിയിരിക്കുന്നു. ഗംഭീര വിജയം സ്വന്തമാക്കിയിരിക്കുന്നു. സൗത്ത് ആഫ്രിക്കയ്ക്കെതിരായിട്ടുള്ള ODI സീരീസ് 2-1 സ്വന്തമാക്കിയിരിക്കുന്നു. യെസ്, ജയ്സ്വാൾ 121 പന്തിൽ 116 റൺസ്. അതേ, ഹിറ്റ്മാൻ രോഹിത് ശർമ്മയാവട്ടെ 73 പന്തിൽ 75 റൺസ്. കിങ് വിരാട് കോഹ്ലി 45 പന്തുകളിൽ 65 റൺസിന്റെ വെടിക്കെട്ടും. യെസ്, ടീം ഇന്ത്യ ചേസ്ഡ് 271 in just 39.5 overs and sealed the ODI series against South Africa. ഇതൊരു ഗംഭീര വിജയം തന്നെയാണ്. ജയ്സ്വാൾ വാട്ട് എ പ്ലെയർ, വാട്ട് എ ടാലന്റ്. യശസ്വി ജയ്സ്വാൾ ODIയിലും വരവറിയിച്ചിരിക്കുന്നു. ODIയിലും താനൊരു ഹീറോ ആണെന്ന് തെളിയിച്ചിരിക്കുന്നു. പിന്നെ റോക്കോ, അവരെക്കുറിച്ച് എന്ത് പറയാനാണ്. യെസ്, രോഹിത് ശർമ്മ ഈ ഒരു മത്സരത്തിൽ 73 പന്തിൽ 75 റൺസിന്റെ കിടിലൻ ഇന്നിംഗ്സ് ആണ് കളിച്ചിരിക്കുന്നത്. നമ്പർ 1 ODI ബാറ്റർ ഫോർ എ റീസൺ. പിന്നെ കിങ് കോഹ്ലിയുടെ ഇന്നിംഗ്സ് 45 പന്തിൽ 65 റൺസിന്റെ വെടിക്കെട്ടായിരുന്നു. യെസ്, കഴിഞ്ഞ 2 മത്സരത്തിലും സെഞ്ചുറി അടിച്ച മുതലാണ്. ഈ ഒരു മത്സരത്തിൽ സൗത്ത് ആഫ്രിക്ക ചിലപ്പോൾ ആദ്യം ബാറ്റ് ചെയ്ത് കുറച്ചുകൂടി സ്കോർ നേടിയിട്ടുണ്ടായിരുന്നുവെങ്കിൽ വിരാട് കോഹ്ലി ചിലപ്പോൾ ഈ ഒരു മത്സരത്തിലും സെഞ്ചുറി തന്നെ അടിച്ചേക്കുമായിരുന്നു. കാരണം അത്രയും കിടിലൻ ഇന്ത്യനിലായിരുന്നു കിങ് കോഹ്ലി ബാറ്റ് ചെയ്യുന്നുണ്ടായിരുന്നതും. കഴിഞ്ഞ 20 ODI മത്സരങ്ങളിലും ടോസിന്റെ ഭാഗ്യമില്ലാത്ത ഇന്ത്യക്ക് അങ്ങനെ ഒടുവിൽ ടോസ് ലഭിച്ചു. അങ്ങനെ ബോൾ ചെയ്യാൻ തീരുമാനിച്ചു. ആദ്യം ബാറ്റ് ചെയ്ത സൗത്ത് ആഫ്രിക്കയെ 270 റൺസിൽ ഓൾ ഔട്ട് ആക്കിയ ടീം ഇന്ത്യ കിടിലൻ ബോളിംഗ് ആയിരുന്നു. സൗത്ത് ആഫ്രിക്കയ്ക്ക് വേണ്ടി ബാറ്റിംഗിൽ 89 പന്തിൽ 106 റൺസിന്റെ തകർപ്പൻ ഇന്നിംഗ്സ് ഓപ്പണിംഗിൽ ഇറങ്ങിക്കൊണ്ട് ക്വിന്റൻ ഡിക്കോക്ക് നടത്തി ഹീറോ ആയെങ്കിൽ കൂടി ബൗളിംഗിൽ ഇന്ത്യക്ക് വേണ്ടി പ്രസിദ്ധ് കൃഷ്ണയും കുൽദീപ് യാദവും 4 വിക്കറ്റുകളാണ് വീഴ്ത്തിയത്. തീർച്ചയായിട്ടും പ്രസിദ്ധിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നിർണായക മത്സരം തന്നെയായിരുന്നു. അദ്ദേഹവും 4 വിക്കറ്റുകളുടെ കിടിലൻ ബൗളിംഗ് നടത്തിയിരിക്കുന്നു. ഏതായാലും മറുപടി ബാറ്റിംഗിൽ ഒരൊറ്റ വിക്കറ്റ് മാത്രം നഷ്ടത്തിൽ 9 വിക്കറ്റിന്റെ കിടിലൻ ഗംഭീര വിജയം ടീം ഇന്ത്യ സ്വന്തമാക്കുമ്പോൾ 2-1 സീരീസും തൂക്കുകയായിരുന്നു. ജയ്സ്വാളിന്റെ സെഞ്ചുറി, രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും അർദ്ധ സെഞ്ചുറികൾ പൊളിച്ചടുക്കി ടീം ഇന്ത്യയുടെ ബാറ്റിംഗ് നിര അങ്ങനെ ഗംഭീര വിജയം സ്വന്തമാക്കുകയും ചെയ്തു. അടുത്തൊരു വീഡിയോ ഭാഗത്ത് വീണ്ടും കാണാം. ചെറിയൊരു ഗുഡ് ബൈ.